ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ നടി അൻസിബയ്ക്ക് തിരിച്ചടി. ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കാവുന്ന കുറ്റകൃത്യമില്ലെന്ന് കോടതി. നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. സമൂഹ മാധ്യമങ്ങളോടെ അധിക്ഷേപിച്ചെന്നായിരുന്നു അൻസിബയുടെ പരാതി. വിവരങ്ങളുമായി സൈഫുനിസയാണ് ചെയ്തത്. സൈഫുനിസ, ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ അൻസിബ പലതവണ പോലീസിനെ ബന്ധപ്പെട്ടു. അതൊന്നും നടക്കാതെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത്. പക്ഷേ അവിടെയും ഒരു തിരിച്ചടിയല്ലേ അൻസിബയ്ക്ക് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അഞ്ജലി, അൻസിബയ്ക്ക് എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ അൻസിബയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്താൻ അൻസിബ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അടുത്ത മാസം 29-ന് കോടതി ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇത് ഈ രീതിയിൽ മൊഴി എടുക്കേണ്ടതില്ല, കോടതി നേരിട്ട് കേസെടുക്കുകയല്ല, പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അൻസിബയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേസെടുക്കാവുന്ന കുറ്റകൃത്യം ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നടി അൻസിബയെ സംബന്ധിച്ചുള്ള വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ ഹിൽ പാലസ് പോലീസ് അൻസിബയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും പിന്നീട് മാപ്പെഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. ഇത് തന്നോട് മാനസികമായി സമ്മർദ്ദം ചെലുത്തിയാണ് ഈ മാപ്പെഴുതി വാങ്ങിക്കുകയും തന്നോട് മോശമായി പോലീസ് പെരുമാറിയെന്നും ലക്ഷ്മിപ്രിയയുടേത് വ്യാജ പരാതിയാണ് എന്ന രീതിയിലും അൻസിബ പോലീസിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അത് കേസെടുക്കാവുന്ന പരാതിയല്ല എന്ന് പോലീസ് കടവന്ത്ര പോലീസ് വ്യക്തമാക്കിയതിനെ തുടർന്ന് അൻസിബ കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ കോടതിയിലും നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് കോടതിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന അൻസിബയുടെ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ ലക്ഷ്മിപ്രിയയ്ക്ക് അനുകൂലമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവുണ്ടാകുന്നത്. കേസെടുക്കാവുന്ന കുറ്റകൃത്യം ഇല്ല എന്നാണ് കോടതി ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ശരി, സൈഫുനിസയാണ് വിവരങ്ങൾ നൽകിയത്.